ഓൺലൈൻ ക്ലാസ്സുകൾ പോലെ ഇനി ടെലഗ്രാമിൽ കൂടെ എടുക്കാവുന്ന സാഹചര്യത്തിൽ ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിലേക്ക് സ്ക്രീൻ ഷെയറിംഗ് ആ ഒരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അത് വേറെ ലെവൽ ഫീച്ചറാണെന്ന് നമുക്ക് തന്നെ പറയാം. അതുപോലെ തന്നെ പി സിയിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്റ്റിക്കറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇവിടുത്തെ വോയിസ് ചാറ്റിലേക്ക് ജസ്റ്റ് ഒരു ക്യാമറ ബട്ടൺ മാത്രമാണ് ഈ തവണ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ടെലഗ്രാം ആയാലും പ്ലസ് മെസ്സഞ്ചർ ആയാലും അപ്ഡേറ്റ് ചെയ്ത് കാണും. അതിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പഴയതിൽ നിന്നും ഒരുപാടധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ടെലഗ്രാമാണ് ഈ തവണ വന്നിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു ഇൻ്റർഫേസ് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടത്തെക്കാലം നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ചാറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യാനും ഒരുപാട് തരത്തിലുള്ള കളറുകൾ ഒരു സമയത്ത് തന്നെ കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തവണത്തെ അപ്ഡേഷനിൽ കൂടി ടെലഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ടെലഗ്രാം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ തവണത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് വീഡിയോ കോളുകൾ ഈ തവണ മുതൽ ടെലഗ്രാമിലേക്ക് സപ്പോർട്ടഡ് ആവുകയാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ മീറ്റിലും സൂമിലും ഒക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഈ തവണ ടെലഗ്രാമിലേക്ക് ഗ്രൂപ്പ് വീഡിയോ കോളുകൾ വരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ അപ്ഡേഷനിൽ ടെലഗ്രാം വോയിസ് ചാറ്റ് 2.0 എന്ന പേരിൽ ഒരു വോയിസ് ചാറ്റ് സംവിധാനം, ഗ്രൂപ്പ് വോയിസ് ചാറ്റ് സംവിധാനം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ തവണ അതിലേക്ക് വീഡിയോ സപ്പോർട്ടും കൂടെ കൊടുത്തിരിക്കുന്നു. അതാണ് ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഇപ്പോൾ പറ്റത്തില്ല. 30 പേർക്ക് മാത്രമേ ഇപ്പോൾ അതിനൊരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും 30 പേരെന്ന് പറയുന്നതും ബാക്കി എല്ലാ മെസ്സേജിങ് ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോഴും ഒരുപാട് മുകളിൽ തന്നെയാണ് 30 പേരെന്ന് പറയുന്നത്. ബാക്കി ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ 30 പേരെ വെച്ച് ഒരു സമയത്ത് 30 പേരെ വെച്ചൊരു ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഗൂഗിൾ മീറ്റും സൂമും അല്ലെങ്കിൽ ഉദ്ദേശിച്ച് മെസ്സേജിങ് ആപ്ലിക്കേഷനുകൾ മാത്രം. അതുപോലെ തന്നെ അതായത് കഴിഞ്ഞ തവണത്തെ വോയിസ് ചാറ്റിലേക്ക് ജസ്റ്റ് ഒരു ക്യാമറ ബട്ടൺ മാത്രമാണ് ഈ തവണ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ കോൺഫറൻസിംഗ് ആയിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിംഗിലേക്ക് അതായത് ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിലേക്ക് സ്ക്രീൻ ഷെയറിംഗ് ആ ഒരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ചെയ്യുന്ന അതേ പരിപാടി തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ അഡ്മിൻ അത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും, ആരുടെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 30 പേരാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞു. 30 പേർക്ക് മാത്രമേ ഒരു സമയത്ത് ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അത് ഒത്തിരി താമസിയാതെ തന്നെ അടുത്ത അപ്ഡേഷനിൽ അൺലിമിറ്റഡ് ആവുമായിരിക്കും. കാരണം വോയിസ് ചാറ്റ് എന്ന് പറയുന്ന സംവിധാനം ആ ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും അൺലിമിറ്റഡ് മെമ്പേഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് അതുപോലെ തന്നെ മോർ കം സൂൺ എന്നാണ് അവർ ആ ഒരു ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേഷനിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വോയിസ് ചാറ്റും ടെക്സ്റ്റ് ചാറ്റും ഈ ഒരു ഗ്രൂപ്പ് വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഒത്തിരി താമസിയാതെ തന്നെ ആ ഒരു ഫീച്ചറും വരും. അതുപോലെ തന്നെ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ നോയിസ് സസ്പെൻഷൻ, നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഇതിനകത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീച്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ നമുക്ക് വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടോട് കൂടി ആ ഒരു ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് വീഡിയോ കോളിങ്ങിനെ പറ്റി ടെലഗ്രാം പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വളരെ വലിയൊരു മാറ്റം തന്നെ പറയാവുന്ന വളരെ വലിയൊരു അപ്ഡേഷനാണ് ഈ ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് എന്ന് പറയുന്നത്. അടുത്ത എടുത്തു പറയേണ്ട, അതായത് ആദ്യത്തെ കാര്യം നമ്മളാദ്യം പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു അപ്ഡേഷനാണ് ആനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ടുകൾ. ഈ ഒരു അപ്ഡേഷനിൽ ടെലഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ആനിമേഷൻ വാൾപേപ്പറിൽ കൂടെ തന്നെ വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. ഡീഫോൾട്ടായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു വേറെ വാൾപേപ്പർ വരുന്നത്, അങ്ങനെയാണ് ആ രീതിയിൽ തന്നെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇഷ്ടംപോലെ ചാറ്റ് ബാക്ക്ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ ചാറ്റ് കളറുകളും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു സ്ക്രീൻ മുഴുവൻ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് മാറ്റാം. അതിനുള്ള എക്സാമ്പിളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ക്രീൻ മുഴുവൻ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്കൊരു 4 കളറുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് സെറ്റിങ്സിൽ പോയി നമ്മുടെ ചാറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ചാറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ 4 കളറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 4 കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്ത് നമുക്ക് ആ ഒരു, ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലെ കാണിക്കാം, ഗ്രൂപ്പിലെടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ ഭാഗത്തും ഓരോരോ കളറുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു അടിപൊളിയായിട്ടുള്ളൊരു
ഫീച്ചറാണ്. മൾട്ടി ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാൾപേപ്പർ. അത് വേറെ ലെവൽ ഫീച്ചറാണെന്ന് നമുക്ക് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെറ്റപ്പ് നമ്മുടെ കോൺടാക്റ്റിൽ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഫീച്ചറും ടെലഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ടെലഗ്രാമിൻ്റെ ഐക്കൺ ആ ഒരു 2 കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതായത് ആ 2 കൂടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡിലേക്ക് അടുത്ത അപ്ഡേഷനിൽ അത് വരും. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോ കോൺഫറൻസിങ്ങും ഈ ഒരു ആനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ടും എല്ലാം മൊബൈലിലും ടാബ്ലറ്റിലും അതുപോലെ തന്നെ PC-യിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ആനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും കളർഫുൾ ആയിട്ട് നമ്മൾ ടെലഗ്രാം മൊത്തം ഇപ്പോൾ കളർഫുൾ ആവാനുള്ളൊരു ഒറ്റ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പോൾ പുതിയ കൂടുതലായിട്ടുള്ള ഒരുപാട് ആനിമേഷനുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് ഇമോജികൾ, ആനിമേറ്റഡ് ഇമോജികൾ ഒരുപാട് ഇപ്പോൾ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്റ്റിക്കറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന കാഷ്വൽ ക്ലാസിക് സെറ്റപ്പ് മാറിയിട്ട് താഴെ ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോയി വീഴുന്ന പോലെ ആ ഒരു ആനിമേഷനിലേക്ക് ഈ തവണത്തെ സ്റ്റിക്കറുകൾ മെസ്സേജുകൾ മാറിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടാണ്. കൂടുതൽ നല്ല ആനിമേഷനുകളും നല്ല ആനിമേറ്റഡ് ഇമോജികളും ഒക്കെ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടുകളുടെ ടെലഗ്രാം ബോട്ടുകൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ടെലഗ്രാം ബോട്ടുകളുടെ മെനുവിൻ്റെ ആ ഒരു പുതിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടി ബോട്ട് ഫാദർ എടുത്ത് കാണിച്ചു തരാം. അവിടെ നേരത്തെ ഇവിടെ ഈ സൈഡിലുണ്ടായിരുന്ന ഒരു സ്ലാഷ് ബട്ടൺ ആയിരുന്നു. ആ സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴായിരുന്നു നമുക്ക് ആ ഒരു മെനു കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് മെനു എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു മെനു ബിൽഡർ എന്ന് പറഞ്ഞ ആ ഒരു ബോട്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ബോട്ടിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ കോഡുകൾ ഉണ്ടെന്നുള്ളത് ആ ഒരു ബോട്ട് മെനു, ഡെഡിക്കേറ്റഡ് മെനുവിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അപ്ഡേഷനുകൾ ഈ ഒരു ടെലഗ്രാമിൽ കൂടെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് കോപ്പി ചെയ്യുമ്പോൾ ചെറിയൊരു വൈബ്രേഷനൊക്കെ അതൊക്കെ നമുക്ക് സെറ്റിംഗ്സ് ഓഫ് ആക്കി ഇടാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നല്ല ഉപയോഗപ്രദമായ സ്ക്രീൻ ഷെയറിങ് പോലെ ഒരുപക്ഷെ ഓൺലൈൻ ക്ലാസ്സുകൾ പോലും ഇനി ടെലഗ്രാമിൽ കൂടെ എടുക്കാവുന്ന സാഹചര്യത്തിൽ, നല്ല നോയിസ് ക്യാൻസലേഷനോട് എടുക്കാവുന്ന സാഹചര്യത്തിലേക്ക് ടെലഗ്രാം വളരുകയാണ്. ഇപ്പോൾ തന്നെ 500 മില്യണിലധികം ആക്റ്റീവ് യൂസേഴ്സുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ടെലഗ്രാമിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പിലും ഒരുപാട് അപ്ഡേഷനുകൾ ടെലഗ്രാമിൻ്റെ കോപ്പി അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാട്സാപ്പ് എന്തോരം കോപ്പി അടിച്ചാലും അതിന് മുകളിലേക്ക് ടെലഗ്രാം പുതിയ അടിപൊളി അപ്ഡേഷനുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഓളാക്കി വെക്കാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.